ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഷംസീർ. നിങ്ങൾ കാണുന്നത് ഈ സീരീസ് മലയാളം ചാനൽ. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ നമ്മൾ നിർമ്മിക്കാൻ പോകുന്നത് ഒരു അടിപൊളി പ്രോജക്റ്റാണ്. അതായത് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ്റെ ഒരു രൂപമാണ് നമ്മൾ ഇന്ന് നിർമ്മിക്കാൻ പോകുന്നത്. ഈ ഒരു ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീന് അതിൻ്റെ ഒരു രീതിയിൽ നമ്മൾ ബട്ടൺ അമർത്തുമ്പോൾ ലൈറ്റും സൗണ്ടൊക്കെ വരുന്ന രീതിയിലാണ് നമ്മളിന്ന് നിർമ്മിക്കാൻ പോകുന്നത്. ഇത് കുട്ടികൾക്കൊക്കെ, അതായത് സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ വളരെയധികം ഉപകാരപ്രദമാകുന്ന ഒരു പ്രോജക്റ്റ് കൂടിയാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ തുടങ്ങുന്നതിന് മുൻപായിട്ട് നമ്മുടെ ഗിവ് അവേ വിന്നേഴ്സിന് ഗിഫ്റ്റ് കൊടുക്കുന്ന ഒരു വീഡിയോ ഉണ്ട്. അത് കണ്ടതിന് ശേഷം നമുക്ക് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ഉണ്ടാക്കുന്നത് ഒന്ന് കാണാം. ഫ്രണ്ട്സ്, ഇന്ന് ഞാനുള്ളത് ഇമേജ് മൊബൈൽസ് മഞ്ചേരിയുടെ ഷോറൂമിലാണ്. എന്തിനാണ് ഞാൻ വന്നതെന്നുള്ളത് എല്ലാവർക്കും അറിയാം. നമ്മൾ ഗിവ് അവേ നടത്തിയിരുന്നു. അപ്പോൾ ആ ഗിവ് അവേയിൽ വിന്നേഴ്സായിട്ടുള്ള രണ്ടുപേരും ഇന്ന് എൻ്റെ കൂടെ ഉണ്ട്. അവർക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിന്ന് ഇമേജ് മൊബൈൽസിൽ എത്തിയിരിക്കുന്നത്. എൻ്റെ പേര് ഷമ്മാസ്. ഞാൻ 8ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. എടവണ്ണപ്പാറ സ്കൂൾ, ശാലിയാപ്പുറ സ്കൂളിലാണ്. എനിക്ക് കിട്ടും ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ലായിരുന്നു. കിട്ടിയപ്പം ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടായിരുന്നു. നല്ലതാണ് വരുന്നത്. എൻ്റെ പേര് അവിരാജ്. ഞാൻ വായൂരിൽ വരുന്നത്. ഞാൻ അതിൽ പങ്കെടുത്തപ്പോൾ ഞാൻ പ്രതീക്ഷിച്ചൊന്നുമില്ല കിട്ടുമെന്ന്. പിന്നെ ഞാൻ കുറേ എണ്ണത്തിൽ പങ്കെടുത്തില്ല, പക്ഷേ ആദ്യമായിട്ടാണ് കിട്ടുന്നത്. അപ്പോൾ ഒരുപാട് നന്ദിയുണ്ട് തന്നതിന്. കിട്ടിയപ്പോൾ ഞാൻ ആദ്യം വിശ്വസിച്ചില്ല, കാരണം ഞാൻ കുറേ എണ്ണത്തിൽ പങ്കെടുക്കുന്നുണ്ട്, പക്ഷേ കിട്ടുന്നില്ല. അപ്പോൾ ആദ്യമായിട്ട് കിട്ടിയപ്പോൾ ആദ്യമായിട്ട് അമ്മേനോട് അച്ഛനോടൊക്കെ പറഞ്ഞ്, അപ്പോൾ ഓലൊക്കെ അമ്മയച്ഛനൊക്കെ പറഞ്ഞ് നല്ലത്, ഇങ്ങനെ മോന് കിട്ടിയല്ലോ എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ നിർമ്മിക്കാം. അതിനായിട്ട് വേണ്ടത് ഒരു 9 വോൾട്ട് ബാറ്ററി, അതേപോലെ ഒരു ബസർ വേണം. പിന്നെ വേണ്ടത് ഒരു പ്രസ്സിംഗ് സ്വിച്ച്, ഒരു 22 മൈക്രോ ഫാരഡ് 16 വോൾട്ട് കപ്പാസിറ്റർ, 2 LED, ഒരു റെഡും ഒരു ഗ്രീൻ LEDയും. അതേപോലെ തന്നെ ആ LEDക്ക് വെക്കാനായിട്ട് 2 റെസിസ്റ്റർ, 1K റെസിസ്റ്റർ. നമ്മുടെ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ നമ്മളൊരു പേപ്പർ ബോക്സിലാണ് നമ്മൾ സെറ്റ് ചെയ്യാൻ പോകുന്നത്. നമ്മുടെ മെഷീൻ്റെ ലേഔട്ട് ഒരു ബോക്സിന് മുകളിലായിട്ട് ഞാൻ ഒട്ടിച്ചിട്ടുണ്ട്. അതേപോലെ അതിൻ്റെ റെഡി എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ഗ്രീൻ LED, അതേപോലെ സ്വിച്ചിൻ്റെ ഭാഗത്ത് റെഡ് LED, അതേപോലെ ഒരു പ്രസ്സിംഗ് സ്വിച്ചും അവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ യൂണിറ്റിൻ്റെ സർക്യൂട്ടുകൾ എങ്ങനെ നൽകുന്നതെന്ന് നോക്കാം. 2 LEDകളിലേക്കും LEDയുടെ പോസിറ്റീവ് ടെർമിനലിലേക്ക് 1K റെസിസ്റ്റർ സോൾഡർ ചെയ്ത് കൊടുക്കണം. അടുത്തതായിട്ട് ബസറിൻ്റെ കണക്ഷനുകളാണ് നൽകുന്നത്. ബസറിൻ്റെ പോസിറ്റീവിലേക്കും നെഗറ്റീവിലേക്കും കപ്പാസിറ്ററിൻ്റെ പോസിറ്റീവും നെഗറ്റീവും മാറാതെ കണക്ഷൻ കൊടുക്കുക. ഇനി ബസറിൻ്റെ പോസിറ്റീവിനെ പ്രസ് സ്വിച്ചിൻ്റെ ഒരു ടെർമിനലിലേക്ക് സോൾഡർ ചെയ്ത് പിടിപ്പിക്കുക. ഇനി 2 LEDകളുടെയും നെഗറ്റീവ് കണക്ഷനുകളും അതേപോലെ തന്നെ ബസറിൻ്റെ നെഗറ്റീവ് കണക്ഷനും ഒരുമിച്ച് സോൾഡർ ചെയ്ത് പിടിപ്പിക്കാം. ഇനി നമ്മുടെ റെഡ് LEDയിൽ നിന്നുള്ള പോസിറ്റീവ് ടെർമിനലിനെ, അതായത് റെസിസ്റ്റർ കുടുക്കിയിട്ടുള്ള ആ റെസിസ്റ്ററിൻ്റെ ടെർമിനലിനെ ബസറിൻ്റെ പോസിറ്റീവ് കണക്ഷനിലേക്ക് സോൾഡർ ചെയ്ത് പിടിപ്പിക്കാം. ഞാനിവിടെ ബാറ്ററിയിലേക്ക് കണക്ഷൻ കൊടുക്കാനായിട്ട് 2 വയറുകൾ എടുത്തിട്ടുണ്ട്. റെഡ് വയറിനെ നമ്മുടെ പ്രസ്സിംഗ് സ്വിച്ചിൻ്റെ 2ാമത്തെ ടെർമിനലിലേക്ക് സോൾഡർ ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ നെഗറ്റീവ് വയറിനെ, അതായത് ബ്ലാക്ക് വയറിനെ നെഗറ്റീവ് കണക്ഷനുകളിലേക്കും സോൾഡർ ചെയ്ത് പിടിപ്പിക്കാം. ഇനി നമുക്ക് നമ്മുടെ ഗ്രീൻ LEDയുടെ, അതായത് റെഡി എന്ന് പറയുന്ന ഭാഗത്തെ ഗ്രീൻ LEDയുടെ പോസിറ്റീവ് ടെർമിനലിനെ, റെസിസ്റ്ററിൻ്റെ പോസിറ്റീവ് ടെർമിനലിനെ ബാറ്ററിയിൽ നിന്നും വരുന്ന പോസിറ്റീവിലേക്ക് കണക്റ്റ് ചെയ്ത് കൊടുക്കാം. ഇനി ഈ ഒരു കണക്ഷന് ഇതിൽ ഒരു മാസ്റ്റർ സ്വിച്ച് നൽകിയിട്ടുണ്ട്. ഇതിൻ്റെ മെയിൻ ഒരു സ്വിച്ചായിട്ട് നൽകിയിട്ടുണ്ട്. കണക്ഷനുകളിൽ നിന്നും വരുന്ന പോസിറ്റീവ് വയറിനെ ഈ സ്വിച്ചിൻ്റെ ഒരു ടെർമിനലിലേക്ക് നൽകുകയാണ്. അതേപോലെ ഈ സ്വിച്ചിൽ നിന്നും 2ാമത്തെ ടെർമിനലിൽ നിന്നും പോകുന്ന വയറിനെ ബാറ്ററിയുടെ പോസിറ്റീവിലേക്കും നൽകുകയാണ്. അതിനുശേഷം നെഗറ്റീവ് വയറിനെ ബാറ്ററിയുടെ നെഗറ്റീവുമായി ഡയറക്റ്റായിട്ട് സോൾഡർ ചെയ്ത് പിടിപ്പിക്കുകയാണ്. ഇനി ബാറ്ററിയും മറ്റ് കണക്ഷനുകളും ഗ്ലൂ ഗൺ വെച്ച് ഉറപ്പിക്കുകയാണ്.
അപ്പോൾ നമ്മുടെ കണക്ഷനുകളെല്ലാം പൂർത്തിയായി. ഇനി നമുക്ക് ഈ ബോക്സിനെ ഒന്ന് കവർ ചെയ്യണം. ബോക്സിൻ്റെ പിറകു സൈഡിൽ ഇങ്ങനെ ഒരു ഹോൾ ഇട്ടിരിക്കുന്നത് ബസറിൻ്റെ സൗണ്ട് നല്ല രീതിയിൽ പുറത്തേക്ക് വരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതേപോലെ ലൈക്കുകൾ തരാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് അറിയിക്കുകയും ചെയ്യുക.